രാജ്യദ്രോഹമാണ് രാജ്യദ്രോഹമാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ നേട്ടത്തിന് 1001 കള്ളം മോഹനന്റെ രാഷ്ട്രീയ നേതാവ് വി എസ് അച്യുതാനന്ദനാണോ? നേതാവാണോ താങ്കളുടെ? വി എസ് അച്യുതാനന്ദന് ആദ്യത്തെ ശിക്ഷ എവിടെന്നാ കിട്ടിയത്? എന്തിന്റെ പേരിലാണ് കിട്ടിയത്? നിങ്ങൾ ഇങ്ങനെ ഈ നട്ടാക്കുരുക്കാത്ത നുണ 1001 നുണയാണെങ്കിൽ അവതാരകനാണല്ലോ താങ്കൾ, മാധ്യമ പ്രവർത്തകനാണല്ലോ. അച്യുതാനന്ദന്റെ ശിക്ഷ എന്തിന്റെ പേരിലായിരുന്നു? ആദ്യം മറുപടി പറയാൻ പറഞ്ഞോട്ടെ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരിച്ചപ്പോൾ താങ്കളുടെ പാർട്ടി നേതാക്കന്മാരെ നെഹ്റു എന്തിനാണ് ജയിലിലടച്ചത്? ശരി, ഓക്കെ. ചൈന യുദ്ധത്തിന്റെ കൊമ്പിട്ടു നിൽക്കണം ഈ രാജ്യത്തിന്റെ നിൽക്കണം. ഇനി അദ്ദേഹത്തിന്റെ അവസരം. ബാബു ക്ഷമാപൂർവ്വം കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് ക്ഷമാപൂർവ്വം തന്നെ വെല്ലുവിളിയല്ലോ. ഇവിടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ കാലത്ത് ജയിലിൽ കിടന്നിട്ട് ബ്രിട്ടീഷുകാരുടെ ക്ഷമായാചനം നടത്തി എഴുതി കൊടുത്തു പോകുന്ന നിങ്ങളുടെ നേതാക്കളുടെ ഞാൻ രണ്ട് കാര്യം പറയാനുള്ളത്. സവർക്കറിന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘമായിട്ടുള്ള ബന്ധം പത്രപ്രവർത്തകനാണ്. രണ്ട് കാര്യം പറഞ്ഞോട്ടെ, ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ രണ്ട് കാര്യം. സവർക്കറും RSSും തമ്മിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ബന്ധം താങ്കൾ പറയണം. രണ്ടാമത്തെ കാര്യം, സവർക്കർ എന്നാണ് ഈ മാപ്പപേക്ഷ നൽകി എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യം താങ്കൾ ശരി, ഓക്കെ. ഫസ്റ്റ്, ചരിത്ര രേഖകൾ അനുസരിച്ച് 1911 മുതൽ 1921 വരെയുള്ള ഘട്ടത്തിൽ 6ഓളം തവണ സവർക്കർ മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉണ്ടോ? ഇത് ശരിയല്ല. ഇല്ലാത്ത സ്ഥലത്ത് ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞില്ല. സവർക്കർ 1911 മുതൽ അദ്ദേഹത്തെ സെലൂറ ജയിലിൽ നിന്ന് മാറ്റുന്നത് വരെയുള്ള ഘട്ടത്തിൽ 6 തവണ മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ചില ചരിത്രപരമായ സംഭാവനകൾ 1939 അദ്ദേഹം ലിൻലിത്ഗോ പ്രഭുവിന്, അന്നത്തെ വൈസ്രോയ്ക്ക്, ഇന്ത്യയെ പരാജയപ്പെടുത്താൻ, ഞാൻ പറയട്ടെ, ഞാൻ പറയാൻ RSS 1925 നിലവിൽ വന്നാണ്. 1939 ലിൻലിത്ഗോ പ്രഭുവിന് എഴുതിയിട്ടുള്ള ചരിത്ര രേഖയുണ്ട്. ഇന്ത്യയെ ഒറ്റ കൊടുക്കാൻ വേണ്ടി സവർക്കർ എഴുതിയിട്ടുള്ള രേഖ ഇപ്പോഴും നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിൽ നടന്നുണ്ട്. 1924 ഹിന്ദുത്വ എന്ന ഹിന്ദുത്വ എന്ന ആശയത്തിന്റെ പ്രയോക്താവ് തന്നെ സവർക്കറാണ്. 1924 മോഹനന്റെ പ്രസ്ഥാനം താങ്കൾക്ക് പറയാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി PC ജോഷി, എനിക്ക് ഉത്തരം പറയാനുള്ള മാക്സ്വെൽ എന്ന RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകങ്ങളിലുള്ള കാര്യമാണ് സാർ. ഞാൻ PC ജോഷിയുടെ കാര്യമല്ല പറയുന്നത്. ഞാൻ സവർക്കറുടെ കാര്യം പറയുമ്പോൾ താങ്കൾ PC ജോഷിയുടെ കാര്യം പറയണം. സവർക്കറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. 1925 RSS രൂപീകരിക്കുന്നത്. ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ പ്രയോഗത്തിന്റെ പ്രയോക്താവ് സവർക്കറായിരുന്നു. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് MS ഗോൾവാൾക്കർ, വി അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ എത്രമാത്രം സവർക്കറിൽ നിന്ന് ഉൾക്കൊള്ളുന്നതാണെന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഗോൾവാൾക്കറുടെ തന്നെ ആശയപരമായ പിതൃത്വം MS ഗോൾവാൾക്കർ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? MS ഗോൾവാൾക്കർ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? MS ഗോൾവാൾക്കർ ഗോൾവാൾക്കറുടെ ആശയങ്ങൾ രൂപം കൊണ്ടത് സവർക്കറിൽ നിന്നാണ്. ചെറിയ
കാര്യമാണോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. അല്ലല്ല, ഇത് പറഞ്ഞു കഴിയട്ടെ. ഇത് പറഞ്ഞു കഴിയണ്ടേ? ചോദ്യത്തിന് ഉത്തരം തരുന്നില്ല. ആർഎസ്എസും സവർക്കറും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചത്. ഹിറ്റ്ലറിയൻ ആശയങ്ങൾ കൊണ്ടുവന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സവർക്കറെ മോചിപ്പിക്കണം. ഗാന്ധി ഗൂഢാലോചന കേസിൽ ഒരു സെക്കൻഡ്, പത്തികളായി പ്രവർത്തിച്ച ഈ സവർക്കറെ മാക്സ്വെലിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അതിന് മോഹൻ മറുപടി പറയും. പി സി ജോഷിയുടെ കത്ത്. ഈ സവർക്കർ ഒരു സെക്കൻഡ് സാർ, താങ്കൾ എന്റെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ്. താങ്കൾക്ക് കൂടി വളരെ പ്രിയപ്പെട്ടവനായ ശ്രീമാൻ അരുൺ ഷൂറി ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിൽ ദ ഗ്രേറ്റസ്റ്റ് ബിട്രയൽ. എനിക്കൊരു കാര്യം ഇത് സവർക്കറും ആർഎസ്എസും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞിട്ടില്ല. മോഡി ചെയ്യുന്ന രാജ്യദ്രോഹം ഒറ്റ സെക്കൻഡ് സാർ, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അന്ന് അരുൺ ഷൂറി പറഞ്ഞു താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? താങ്കൾക്ക് അവസരവാദപരമാണ്. താങ്കൾ ഒരു വിഷയത്തെ താങ്കൾ ഒരു വിഷയത്തെ എന്നെ മുമ്പിൽ ഒരു വിഷയം വെച്ചിട്ട് താങ്കൾ ബഹളം വെച്ചിട്ട് അതിന് മറുപടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അംഗീകരിച്ചത്. വൺ സെക്കൻഡ്, അതിന് ഞാൻ മറുപടി പറയാം. എനിക്ക് അതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറയാനുണ്ട് പ്ലീസ്. 1950 വൺ സെക്കൻഡ്, എനിക്കൊരു കാര്യം. ഇത് ഈ സവർക്കർ ഗാന്ധി വധ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ സമയത്ത് ബിജെപിയുടെ ജനസംഘത്തിന്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി അന്നത്തെ ആഭ്യന്തരമന്ത്രി വല്ലഭായ് പട്ടേലിന് എഴുതിയ കത്ത് ഇപ്പോൾ ചരിത്രരേഖകളിലുണ്ട്. ഈ ഹിന്ദുത്വത്തിന് നൽകിയ വിശാലമായ സംഭാവനകൾ മാനിച്ചും ഈ സവർക്കറുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ടും ഇദ്ദേഹത്തെ വിട്ടയക്കണം എന്ന് ആവശ്യപ്പെട്ടത് ശ്യാമപ്രസാദ് മുഖർജി. പറയട്ടെ, ശ്യാമപ്രസാദ് മുഖർജി അതിന് പറയട്ടെ, അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഒരു ഒറ്റ ഉദാഹരണം അല്ല, ഇതിന് മറുപടി ശ്യാമപ്രസാദ് മുഖർജിക്ക് വല്ലഭായ് പട്ടേൽ എഴുതിയ കത്തുണ്ട്. ശ്യാമപ്രസാദ് മുഖർജിക്ക് വല്ലഭായ് പട്ടേൽ എഴുതിയ കത്തുണ്ട്. വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണല്ലോ. ഉദാഹരണം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇല്ല, ഇതിന് മറുപടി പറയട്ടെ. നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഹിന്ദു മഹാസഭക്കാരനാണ്. സോമനാഥ് ചാറ്റർജി അച്ഛൻ. ശരി, മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭക്കാരനായിരുന്നു. മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭക്കാരനായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജി ഹിന്ദു മഹാസഭക്കാരനായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു ഹിന്ദു മഹാസഭ. അതുകൊണ്ട് സോമനാഥ് ചാറ്റർജിയുടെ അച്ഛൻ ഹിന്ദു മഹാസഭയാണ് എന്നുള്ളത് താങ്കൾ ഒഴിഞ്ഞു മാറാണ്. കൽക്കട്ട ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ആക്കിയതാരാ? ആരാണ് പറയണം അഭിലാഷേ? താങ്കൾ ഈ രാജ്യത്തോട് പറയണം. ആരാണ് ചീഫ് ജസ്റ്റിസ് ആക്കുന്നത്? അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിയാക്കിയിട്ടുണ്ടല്ലോ കോൺഗ്രസ് ഗവൺമെന്റ്. ഹിന്ദു മഹാസഭയുടെ അന്നത്തെ പ്രസിഡന്റ് കൽക്കട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആക്കാം. ആ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ എന്നോട് ചോദിച്ച വിഷയത്തിൽ നിന്നേ മാറിപ്പോയി. നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഹിന്ദു മഹാസഭയാണെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച നിരവധി ആളുകൾ ഹിന്ദു മഹാസഭക്കാരായിട്ടുണ്ട്. 4 തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭക്കാരനായിരുന്നു. അല്ല, ഹിന്ദു മഹാസഭക്കാരെല്ലാം മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ കുറിച്ച് താങ്കൾക്കുള്ള ആക്ഷേപം എന്താ? ഗാന്ധി വധ പങ്കിട്ടെന്നല്ലോ. നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഹിന്ദു മഹാസഭക്കാരനാണെന്നുള്ളതാണ് ആക്ഷേപം. അതുപോലെ തന്നെ മദൻ മോഹൻ മാളവ്യ അടക്കം, ബാലഗംഗാധര തിലകനടക്കം, ലാലാ ലജ്പത് റായ് അടക്കം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയ പലരും ഹിന്ദു മഹാസഭക്കാരായിരുന്നു. അതൊന്നുമല്ല വിഷയം. സവർക്കർ ഹിന്ദു മഹാസഭയാണെന്നുള്ളതല്ല പ്രശ്നം. അല്ല, സവർക്കറും RSS തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ സ്ഥിരം ശൈലിയാണ്. സവർക്കറും RSS തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ വിമാനത്താവളത്തിൽ സാധ്യമല്ല. 1924 അടക്കം ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതി മാപ്പപേക്ഷ നൽകി. പീപ്പിൾസ് വാറിൽ PC ജോഷി ഒരു ലേഖനം എഴുതി. എന്താണെന്നറിയാമോ? പാകിസ്ഥാൻ ഈസ് ഇൻഅലൈനബിൾ റൈറ്റ് ഓഫ് മുസ്ലിംസ് ആൻഡ് സ്വരാജ് ഈസ് റൈറ്റ് ഓഫ് us all.
പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് എങ്ങനെ ഹിന്ദുക്കൾക്ക് ഹിന്ദുസ്ഥാൻ പോലെ പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് ജോഷിയും എസ് എ ഡാംഗയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കളുടെ മുൻകാല നിലപാടുകളുടെ നിങ്ങളുടെ പ്രമേയം സ്ഥിരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി ഞാൻ നിഷേധിച്ചില്ലല്ലോ. ഞാൻ പി സി ജോഷിയോ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ലെന്ന് ഞാൻ വാദിച്ചിട്ടില്ല. പി സി ജോഷിയോ എസ് എ ഡാംഗയോ ഇങ്ങനെ ഒരു നിലപാട് എടുത്തു എന്ന് അല്ലല്ല, അതല്ല നമ്മുടെ വിഷയം. എന്നോട് ചോദിച്ച ചോദ്യത്തിന് പറയാൻ സമ്മതിച്ചില്ല. പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നത് തെറ്റില്ല. ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് കാണിച്ചത് ആ യൂട്യൂബ് കാണിക്കും. എവിടെ? താങ്കൾക്ക് പറ്റുമെങ്കിൽ കാണിക്കൂ. എനിക്കറിയില്ല നമസ്കാരം എന്ന് പറയുന്നത് താങ്കളെ പോലുള്ള മാധ്യമ പ്രവർത്തകന് അത് കണ്ടിട്ടില്ല, അറിയില്ല എന്ന് പറഞ്ഞാൽ താങ്കളോട് നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കണം എന്ന് ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചതായി അത് തെറ്റില്ല. സീതാറാം യെച്ചൂരി കരണ്ട് ആപ്പറിനോട് ഞാൻ ആള് പേര് മടക്കല്ലേ പറയുന്നത്, ഞാൻ ആളാരാണ് എവിടെയാണ് നടക്കല്ലേ പറയുന്നത്. താങ്കൾക്ക് പറയാൻ പറ്റുമോ? താങ്കൾക്ക് പറയാൻ പറ്റുമോ? താങ്കൾക്ക് ഒരു കത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത് RSS തുടങ്ങുന്നത് 15 വർഷം മുമ്പ് കത്ത. അതിപ്പോ നാദോറാം വിനായക ഗോഡ്സേക്ക് ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങളുമായി ബന്ധമില്ലാന്ന് നിങ്ങൾ പറയുന്ന പറയുള്ളൂ. ഇല്ലല്ലോ, അതാണല്ലോ ഗാന്ധിഘാതകരെ വെള്ളം പൂശാൻ വേണ്ടി നിങ്ങൾ എന്ത് പറയുന്നുവോ അതുപോലെയുള്ള ഈ 1001 കള്ളങ്ങൾ ബാബു, ഷെൻസി മോഹനൻ, ശ്രീ ആർ നീലകണ്ഠൻ, ശ്രീ PM സുരേഷ് ബാബു. പൂർണ്ണമാവുന്നു. നമസ്കാരം.